ഹലോ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റെസിപ്പി കാണണ്ടേ. അപ്പം നമ്മുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. എൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് വെൽക്കം ടു സിച്ചു വ്ലോഗ്. അപ്പം കർക്കിടക മാസമൊക്കെ പറഞ്ഞില്ലേ, അപ്പം നമ്മൾ 10 ഇല കൂട്ടണം എന്നാണല്ലോ പറയാറ്. അപ്പോൾ ആ 10 ഇല തിരഞ്ഞിട്ട് അതിൽ ഒരു ഇലയാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഇല വെച്ചിട്ട് ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. 10 ഇല വേണം. അപ്പം ഇന്നത്തെ വീഡിയോ ആ ഇലകളൊക്കെ തിരഞ്ഞ് തൊടു കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അതിൽ ഈ ഇലയെ എല്ലാവർക്കും അറിയാണ്ടാവുമല്ലോ. ഈ ഇല എല്ലാവർക്കും അറിയുന്നൊരു ഇല തന്നെയാണിത്. ഭയങ്കര ചൊറിച്ചിലാണ്, തുവ്വയാണ്. പക്ഷേ കർക്കിടക മാസത്തിൽ ഇത് വെച്ച് ഉപ്പേരി ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഇല വെച്ചിട്ടാണ് ഞാനിന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മുടെ തൊടിയിൽ ഇഷ്ടം പോലെ നല്ല ഔഷധ സസ്യങ്ങളുണ്ട് കേട്ടോ. പറിക്കുകയാണെങ്കിൽ കൊതുകിനെയാണ് പേടി. അപ്പോൾ കൊതുകിൽ നിന്നും നമുക്ക് പല അസുഖങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, സൂക്ഷ്മയോട് കൂടി പറിച്ചെടുക്കുക കേട്ടോ. ഇഷ്ടം പോലെ ഔഷധ സസ്യങ്ങളുണ്ട്, നമുക്ക് പിന്നീട് പറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഇലക്കെ എരിഞ്ഞ് എൻ്റെ കയ്യൊക്കെ ചൊറിഞ്ഞൊരു പരുവത്തിലായിട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാലും രുചിയുള്ള ഉപ്പേരി കൂട്ടാലോ. അപ്പം ചെറിയൊരു ഉള്ളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കുറച്ച് ചീര കിട്ടിയിട്ടുള്ളൂ. തൊടുവിൽ നിറയെ നല്ല ഔഷധ സസ്യങ്ങളുണ്ട്. കൂടുതലൊന്നും പറിക്കാൻ നിന്നില്ല കേട്ടോ, കൊതുക് നിറയെ ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് ഇല എടുത്ത് മാത്രം പോന്നു. അപ്പം നമ്മളെ ജില്ലയിൽ നിപ്പ വൈറസ് ആ 14 പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കട്ടോ. ഇനി പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും നല്ല മഞ്ഞൾ വെള്ളം ഉപ്പൊക്കെ ഇട്ട് കഴുകുക. പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക, മാസ്ക് ധരിക്കുക, സോപ്പിട്ട് കൈകൾ കഴുകുക. അപ്പം ഇതാ നമ്മുടെ ചീരയിലേക്കുള്ള തേങ്ങ, പച്ചമുളക് ഒന്ന് കറക്കിയിട്ട് വരാം. ഒരു പുതുമുള്ള ഉപ്പേരിയൊന്നും അല്ല കേട്ടോ. അപ്പം നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല നാടൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉള്ളി ഇട്ട് വഴറ്റിയാണ്. അപ്പം ഈ ഇലയെ ആരും നിസ്സാരാക്കി കളയരുത് കേട്ടോ. നല്ല ഔഷധ ഗുണമുള്ളൊരു ഇലയാണ്. അതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അത്രയ്ക്കും നല്ല ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയാണിത് കേട്ടോ. എല്ലാവരും ഒന്ന് പേരൊക്കെ വെച്ചിട്ട് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഈ ഒരു മാസങ്ങളിൽ, ഈ ഒരു കർക്കിടക മാസങ്ങളിൽ ഇങ്ങനെയുള്ള ഇലകളൊക്കെ കഴിച്ചാൽ ശരീരത്തിന് നല്ല ഗുണങ്ങളാണ് കേട്ടോ. ഒരു വിഷാംശം ചേരാത്ത നല്ല ഇലയാണ് ഇതൊക്കെ. എല്ലാവരും ഇതൊക്കെ ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. ഈ ഒരു മാസം ഇങ്ങനെയുള്ള ഇലകളൊക്കെ മാത്രം കഴിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പം നമ്മുടെ ചതച്ച പച്ചമുളക്, തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഉള്ളു ഉപ്പേരി, ഇത്ര ഉള്ളു, കഴിഞ്ഞ്. കൂടുതൽ വേവിക്കരുത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, ഉപ്പൊക്കെ ചേർത്ത് അത് കാണിക്കാൻ ഞാൻ വിട്ടു പോയതാണ്. ഉപ്പേരിയായി. എന്താ ടേസ്റ്റ് എന്നറിയാം.
ഒരു ചോറും വേണ്ട, ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.